എന്നെ കണ്ടതുകൊണ്ടാണോ ഡയറി എഴുതി നിർത്തിയത്? എന്റെ മനസ്സുപോലെയും ഈ ഡയറി ഒരു തുറന്ന പുസ്തകമാണ്. പിന്നെന്തിനാ ഒളിച്ചെഴുതുന്നത്? പ്രസാദേട്ടന്റെ മനസ്സ് തുറന്ന പുസ്തകമാണെന്നൊന്നും പറയണ്ട. ഭാര്യയുടെ മുമ്പിൽ തുറക്കാത്ത ചില ഏടുകളൊക്കെ അതിലുണ്ടെന്ന് എനിക്കറിയാം. അയ്യോ, ഇനി ഇതിന്റെ പേരിൽ ഇന്നത്തെ ഓർക്കം കളയല്ല പെണ്ണെ. നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ നല്ലത് പറയാം. ഒരു നല്ല കാര്യം ഞാൻ പ്രസാദേട്ടനോട് പറയാനിരിക്കുകയായിരുന്നു. നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് നടക്കുന്നൊരു മംഗളകാര്യം. എന്താ? പ്രിയോടും തുളസിയോടും എനിക്ക് വെറുപ്പാണെന്നല്ലേ നിങ്ങളൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഒരു പരിധിവരെ അത് ശരിയുമാണ്. പക്ഷെ ഞാൻ ഇപ്പൊ ആലോചിക്കുന്നത് അവരുടെ രക്ഷയെക്കുറിച്ചാ. നമുക്ക് തുളസിമോളുടെ കല്യാണം നടത്തിയാലോ? നീ സീരിയസ് ആയിട്ടാണോ പറയുന്നത്? അതെ, പക്ഷേ ആദിത്യനുമായിട്ടല്ല. അത് വിചാരിച്ച് സന്തോഷിക്കണ്ട. പിന്നെ ആരുമായിട്ടാ? പറ്റിയൊരാളെ കണ്ടുപിടിക്കണം. ഞാനതിനുള്ള അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ആദ്യമോൻ ഇതെന്ത് പറ്റി? സാധാരണ ഈ നേരത്ത് വന്ന് 100 വിളി വിളിച്ചാലും ഉറക്കം ഉണരാത്തവൻ ഇന്നെന്താ ഉണർന്നു കിടന്ന് ചിരിക്കുന്നെ? ഗുഡ് മോർണിംഗ് ആദിമോനെ. ഗുഡ് മോർണിംഗ് ആന്റി. കോഫി. താങ്ക് യു. അല്ല, മോനിന്ന് നേരത്തെ ഉണർന്നോ? ആ, വെളുപ്പം കാലത്തൊരു സ്വപ്നം കണ്ടു. പിന്നെ ഉറക്കം വന്നില്ല. അയ്യോ, വെളുപ്പംകാലത്ത് കണ്ട സ്വപ്നം ഫലിക്കൂന്നാ? ദുഷിച്ച വല്ല സ്വപ്നമാണെങ്കിൽ ചാത്തന്റെ അമ്പലത്തിൽ നിന്ന് നൂല് ജപിച്ച് കെട്ടിയാ മതി. ഞാൻ ഇപ്പൊ തന്നെ അമ്മയോട് പറയാം. അയ്യോ ആന്റി, ചതിക്കല്ലേ ആന്റി. ഞാൻ കണ്ടത് നല്ല സ്വപ്ന. നല്ല സ്വപ്നോ? എന്നുവെച്ചാ വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന സ്വപ്നം. അപ്പൊ ചരട് വേണ്ട. ഇത് ഞാൻ സംശയിച്ചത് തന്നെ. എന്താ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നേ? അല്ല, മോൻ ഇപ്പോഴും സ്വപ്നത്തിൽ തന്നെയാണോന്ന് നോക്കിയതാ. ഒന്ന് പോ ആന്റി. അമ്മയോട് പറയല്ലേ? കൈവിട്ടു പോയി ദുർഗേച്ചി, നിങ്ങളുടെ മോൻ കൈവിട്ടു പോയി. നീ എന്താ ഈ പറയുന്നേ? ആദിക്ക് പ്രേമോ? ആരോട്? അതെനിക്കറിഞ്ഞൂടാ. പക്ഷേ ഏതോ ഒരു മാസ്മരിക വലയത്തിൽ ആദിമോൻ വീണു കഴിഞ്ഞെന്നുള്ള കാര്യം ഉറപ്പാ. അത് നിനക്കെങ്ങനെ അറിയാം? അവൻ നിന്നോട് പറഞ്ഞോ? എന്തിനാ പറയുന്നേ? പ്രേമം തലയ്ക്ക് പിടിച്ചവരുടെ ലക്ഷണങ്ങൾ കണ്ടാൽ അറിഞ്ഞൂടെ? ഉണർന്നിരുന്ന് സ്വപ്നം കാണുക, വെറുതെ ചിരിക്കുക, മൂളിപ്പാട്ട് പാടുക, ഈ ലോകത്തെ തന്നെ മറന്ന് ആകാശം നോക്കി നക്ഷത്രങ്ങൾ എണ്ണിയിരിക്കുക. കുറച്ച് ദിവസമായി ഇതിൽ ഓരോന്നും ആദിമോനിൽ ഞാൻ കാണുന്നുണ്ട്. ഇപ്പൊ കോഫി കൊണ്ടുപോയി കൊടുത്തപ്പോഴേ കണ്ട കാഴ്ചയിലെല്ലാം ഉറപ്പിക്കുകയും ചെയ്തു. പ്രസാദേട്ടാ, ഞാനന്ന് പറഞ്ഞ കാര്യം ഇനി ആലോചിക്കാലോ അല്ലേ? ഏത് കാര്യം? തുളസിയുടെ കല്യാണക്കാര്യം. ഇപ്പൊ അവൾ ഓക്കെ ആയല്ലോ. ക്രിക്കറ്റ് പ്രാക്ടീസ് വരെ തുടങ്ങിയെന്നാ ഞാൻ കേട്ടത്. പതുക്കെ അവള് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നേ ഉള്ളൂ. അതിനിടയിൽ കല്യാണക്കാര്യൊക്കെ പറയാന്ന് വെച്ചാ അതൊരു മോശം കാര്യമാണോ? അവളെ എത്രയും വേഗം സുരക്ഷിതമായ ഒരു കയ്യിൽ ഏൽപ്പിച്ച അടങ്ങി ഒതുങ്ങി ജീവിച്ചോളൂ. അല്ലാതെ വീണ്ടും സ്കൂട്ടറും ക്രിക്കറ്റ് ബാറ്റും ഒക്കെ കൊടുത്തുവിടാനാ ഉദ്ദേശമെങ്കിൽ ഇനിയും ഇതുപോലെ പലതും നമ്മൾ കാണേണ്ടി വരും. പ്രിയയും ജയനും മോളെ നന്നായിട്ട് ശ്രദ്ധിച്ചോളൂ. ഇനി നമ്മൾ അവരുടെ കാര്യത്തിൽ കയറി തലയിടാതിരിക്കുന്നല്ലേ നല്ലത്. പ്രസാദേട്ടന്റെ മരുമകളുടെ കാര്യത്തിൽ അങ്ങനെ മാറി നിൽക്കാൻ പറ്റുമോ? ഇപ്പൊ പണ്ടത്തെക്കാളും കൂടുതൽ കരുതല അവളോട്. വേണ്ടോ, ഞാനിവിടെ വന്നത് ഒരു ഫാമിലി മാറ്ററുമായിട്ടാ. ഏട്ടൻ കേറി വാ. വാ ജയ, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. എന്നിട്ട് പോവാം. ഇരിക്കട്ടെ. അല്ല,
അടയ്ക്കക്കുരിയോ അവിടെ? അവളിന്ന് ആക്സിഡന്റിന് ശേഷം ആദ്യമായിട്ടൊന്ന് പുറത്തിറങ്ങി. ആഹാ, പുറത്തേക്കൊക്കെ ഇറങ്ങി തുടങ്ങിയോ? പ്രസവ വരും അറിഞ്ഞിരുന്നെങ്കിൽ അവള് പോവില്ലായിരുന്നു. പ്രസരിക്ക്, ഞാൻ മോളെ വിളിച്ചിട്ട് വരാൻ പറയാം. ഏയ് വേണ്ട വേണ്ട വേണ്ട, അവള് വരുമ്പോ വരട്ടെ. ഞാൻ സംസാരിക്കാൻ വന്ന വിഷയം തൽക്കാലം അവൾ അറിയാതിരിക്കുന്നതാണ് നല്ലത്. വേറൊന്നുമല്ല, ദുർഗയ്ക്കൊരു ആഗ്രഹം, തുളസിയുടെ കല്യാണം ഉടനെ നടത്തണമെന്നേ. നിങ്ങളുമായി സംസാരിച്ച് അതിലൊരു തീരുമാനം എടുക്കാൻ അവൾ എന്നെ അയച്ചിരിക്കുക. നമ്മുടെ മക്കള് ഒന്ന് വളർന്നോട്ടെ, അവരെ എങ്ങനെ ഒരുമിപ്പിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്താ ഏട്ടന്റെ മനസ്സിൽ? എന്നോട് കൂടി പറ. ഒരേ പ്രായക്കാരാണെങ്കിലും സാരമില്ല. മുതിർന്നാൽ ആദിത്യനെയും തുളസിയെയും ഞാൻ കല്യാണം കഴിപ്പിക്കും. അവര് ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് ജീവിക്കുകയും ചെയ്യും. ഞാനത് പറയുമ്പോ നിങ്ങളുടെ പ്രതീക്ഷ എന്തായിരിക്കും എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ തുളസിക്ക് ദുർഗ കണ്ടെത്തി വരാൻ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ആദ്യമല്ല. ഇപ്പൊ തന്നെ ഞാൻ കാരണം എന്റെ അച്ഛനും അമ്മയും ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ചു. ഇനിയും ഇങ്ങനെ പറഞ്ഞു നടന്ന ഞാൻ അവരെ സങ്കടപ്പെടുത്തില്ല. ദുർഗാമ്മ എനിക്ക് വേണ്ടി കണ്ടുവച്ച ബന്ധത്തിന് ഞാൻ തയ്യാറാണ്. അതെ, ദുബായിലെ എഞ്ചിനീയർ എന്നൊക്കെ പറയുമ്പോ ഒരു സാധാ പോലീസുകാരുടെ മോക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ബന്ധമല്ലേ. എനിക്കിപ്പോ അതിമോഹങ്ങളൊന്നുമില്ല. എന്റെ അച്ഛനും അമ്മയും സന്തോഷമായിട്ടിരിക്കണം, അത്രേ ഉള്ളൂ. ദുർഗാമ്മേ, ആ NRI വരന്റെ പേരെന്താന്നാ പറഞ്ഞേ? ബിജോയ്. ബിജോയ്, നല്ല പേര്. കൃഷ്ണ തുളസി ബിജോയ്. എനിക്ക് ബിജോയേട്ടാന്ന് വിളിക്കാം അല്ലേ മമ്മ? പുള്ളിക്കാരന് സ്പോർട്സിലൊക്കെ താല്പര്യം കാണുമായിരിക്കും അല്ലേ? അതെന്തിനാ? അവന്റെ കൂടെ ക്രിക്കറ്റ് കളിക്കാനാണോ നീ പോന്നെ? അതല്ല, ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാ. എനിക്ക് ബിജോയുടെ നമ്പറും തരുമോ? കല്യാണത്തിന് മുമ്പ് ഞങ്ങൾ തമ്മിൽ പരസ്പരം മനസ്സിലാക്കുന്നത് നല്ലതല്ലേ? അതൊന്നും വേണ്ട. കല്യാണത്തിന് മുമ്പുള്ള ഈ ഫോൺ വിളിയൊന്നും ശരിയാവില്ല. അവരെ നല്ല അന്തസ്സുള്ള കുടുംബക്കാരാ. അതുകൊണ്ട് എന്താ ദുർഗേ, ഇപ്പോഴത്തെ പിള്ളേര് ലൈഫ് പാർട്ട്ണറെ തെരഞ്ഞെടുക്കുന്നത് ഇങ്ങനെയൊക്കെയാ. നീ ആ നമ്പർ കൊടുക്ക്, അവർ തമ്മിൽ സംസാരിക്കട്ടെ. ദുർഗാമ്മ വിളിച്ചു തന്നാലും മതി, ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ച് സംസാരിച്ചോളാം. എന്റെ കയ്യിൽ അവന്റെ നമ്പറൊന്നുമില്ല. നിർബന്ധമാണെങ്കിൽ ഞാൻ പിന്നെ വാങ്ങിച്ചുതരാം. അവന്റെ നമ്പർ മാത്രമല്ല, അങ്ങനെ ഒരു വ്യക്തിയെ നിങ്ങളുടെ പരിചയത്തിലില്ല. അതല്ലേ സത്യം? നിങ്ങൾ എനിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കി തരുമെന്ന് വിശ്വസിക്കാൻ മാത്രം മണ്ടിയൊന്നും അല്ല ഞാൻ. എന്റെ അച്ഛനെയും അമ്മയും വാഗ്ദാനങ്ങൾ കൊടുത്ത് മയക്കി എന്നെ ഏതെങ്കിലും ഒരു തെണ്ടിയുടെ തലയിൽ കെട്ടിവെക്കുക, അതല്ലേ നിങ്ങളുടെ ഉദ്ദേശം? എടി, നിന്ന് ചിലക്കത് ഇറങ്ങി പോടി വിടുന്നത്. പോവാൻ തന്നെയാ തുളസി വന്നത്, അല്ലാതെ നിങ്ങളുടെ മകന്റെ ഭാര്യയാവാനൊന്നും അല്ല. അവള് വന്ന് ഷോ കാണിച്ചു പോയത് ചേച്ചിയുടെ മനസ്സിൽ നിന്ന് മായുന്നില്ലല്ലേ? ആ, എങ്ങനെ മായും? ചേച്ചിയുടെ പദ്ധതി അവള് കൈയോടെ പൊളിച്ചതുപോലെ ആയില്ലേ? എനിക്കേ അതോർക്കുമ്പോ മാനക്കേട് തോന്നുവാ. എനിക്ക് തോന്നുന്നത് ഇത് പ്രസാദ് സാറൂടി അറിഞ്ഞുകൊണ്ടുള്ള ഒരു അറ്റാക്ക് ആണോന്നാ. എന്നുവെച്ചാ? അല്ല, ദുർഗേച്ചി കല്യാണ ചെറുക്കന്റെ കാര്യം കള്ളം പറഞ്ഞതാണെന്ന് ആ
അവൾ അറിയണമെങ്കിൽ അത് പ്രസാദ് സാറ് വഴിയല്ല. ഏയ്, പ്രസാദേട്ടൻ അതുവരെ ഞാൻ പറഞ്ഞത് വിശ്വസിച്ചിരിക്കുകയായിരുന്നു. അത് കണ്ടുപിടിച്ചതൊക്കെ അവളുടെ ബുദ്ധി തന്നെയാണ്. ഈ അപ്പാവികളായ പ്രിയയ്ക്കും ജയനും ഇങ്ങനെ ഒരു വിളഞ്ഞ വിത്ത് എങ്ങനെ ഉണ്ടായെന്നാ എനിക്ക് അത്ഭുതം. ശരിയാ, തുളസിയുടെ സ്വഭാവം വെച്ച് നോക്കുമ്പം അവള് ദുർഗേച്ചിക്ക് ജനിക്കേണ്ടതായിരുന്നു. എങ്കി പെണ്ണിനെ പ്രസവിച്ച മാനക്കേടില് അന്നേ ഞാൻ തീർന്നേനെ. ദൈവം അന്ന് എനിക്കൊരു ആൺകുഞ്ഞിനെ തന്ന് രക്ഷിച്ചെങ്കിലും അതേ നിമിഷം അതേ കുടുംബത്തിൽ പറഞ്ഞൊരു പെണ്ണ് കാരണം ഞാൻ ഇപ്പോഴും മാനം കെടുവാണല്ലോ. ആ ആക്സിഡന്റോടെ അവള് തീരുമായിരുന്നില്ലേ? ചേച്ചി തന്നെയല്ലേ ഓപ്പറേഷന് പണം കൊടുത്തതും അവക്ക് വേണ്ടി പ്രാർത്ഥിച്ചതൊക്കെ. ജീവനെടുത്ത പാപം കിട്ടും. അവളെ കൊന്നിട്ട് ഞാൻ പാപിയായി ജീവിച്ചിട്ട് എന്തിനാ? തുളസി എന്റെ കൺമുമ്പിൽ തന്നെ നരകിച്ചു ജീവിക്കണം. ഇനി ദുർഗയുടെ കളികൾ അതിനു വേണ്ടിയാ. എന്താ ചെയ്യാ? പേഴ്സണലായിട്ട് കാണണമെന്ന് പറഞ്ഞേ, എന്താ കാര്യം? അങ്ങനെയൊന്നുമില്ല. ഓഫീസിലും വീട്ടിലും നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട്. അതുകൊണ്ടാ ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത്. കാര്യം പറ. തുളസി ഇന്നലെ അവിടെ വന്ന് ദുർഗേച്ചിയെ മാനം കെടുത്തിയല്ലേ? അതാണോ? ഒരു കള്ളനെ നമ്മൾ പരസ്യമായിട്ട് കൈയോടെ പിടിച്ചാൽ പോലീസ് ആ കള്ളനെ അപമാനിക്കുകയാണ് ചെയ്തെന്ന് ഏതെങ്കിലും കോടതി പറയൂ? കള്ളനും പോലീസും കളി അല്ലല്ലോ പ്രസാദ് ജീവിതം. അവിടെ മാനിക്കേണ്ടവരെ മാനിക്കണ്ടേ? താൻ ഇത്രയ്ക്ക് പാവായി പോയല്ലോ ജയ. ഇപ്പോഴും ദുർഗ നാണം കെട്ടയില്ല തനിക്ക് സങ്കടം. അപ്പച്ചിയോട് എന്തായാലും ദുർഗേച്ചി പിണങ്ങാനിടയില്ല. ഇത് വേറെന്തോ പ്രശ്നം. അതെന്താണെന്ന് അറിയണ്ടേ അപ്പച്ചി? അവള് പറയാതെ ഞാൻ എങ്ങനെ അറിയുന്നേ? അപ്പച്ചി ചെന്ന് ചോദിക്ക്. അതിനുള്ള അധികാരം അപ്പച്ചിക്കില്ലേ? ചെല്ല്, ചെന്ന് ചോദിക്ക അപ്പച്ചി. ദുർഗമോളെ, എന്താ മോളെ, നീ ആകെ ടെൻഷനിലാണല്ലോ. എന്തു പറ്റി? എന്റെ ടെൻഷന് കാരണം അപ്പച്ചിയാ. അയ്യോ, നിങ്ങൾ പറഞ്ഞു തന്ന ഓരോ ബുദ്ധി കാരണം ദിവസം തോറും എനിക്ക് നാണക്കേടും നഷ്ടവും അല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. ആദ്യം തുളസിയെ ഒതുക്കാമെന്നും പറഞ്ഞ് നിങ്ങൾ തന്നെ ആക്സിഡന്റ് ഉണ്ടാക്കി. അതിലവള് ചാവാതിരുന്നത് എന്റെ ദൈവഭാഗ്യം. അല്ലെങ്കിലേ അപ്പച്ചിയുടെ കൂടെ ഞാനും വന്ന് അഴി എണ്ണേണ്ടി വന്നേനെ. കണ്ണു തുറക്ക്. അമ്മ കുറച്ച് വെള്ളം കുടിച്ചേ. അമ്മ എന്തിനാ വയ്യാത്തപ്പോ തറ തുടക്കാനൊക്കെ നിക്കുന്നേ? എന്നോട് പറഞ്ഞ ഞാൻ ചെയ്യില്ലേ? തറയിൽ അഴുക്കൊന്നും ഇല്ലെങ്കിലും മോപ്പ് എടുത്തങ്ങ് ഇറങ്ങും. ഇവിടെ അമ്മയുടെ മോളെ പെണ്ണ് കാണാൻ വല്ലവരും വരുന്നുണ്ടോ ഇങ്ങനെ വൃത്തിയാക്കി വെക്കാൻ? നീ വായടയ്ക്ക്. എനിക്ക് നിന്നോട് സംസാരിക്കാനും വാദിച്ച് ജയിക്കാനും ഒന്നും വയ്യ. ഇവള് പറയുന്നത് നീ റെസ്റ്റ് എടുക്കാത്തോണ്ടല്ലേ? എനിക്ക് ജോലി ചെയ്തുള്ള ക്ഷീണോ തളർച്ചയോ ഒന്നും അല്ല, മനസ്സിന്റെയാ.
എന്റെ മനസ്സിങ്ങനെ ആവാൻ കാരണക്കാരി ഇവളും. ദിവസവും ദുർഗേച്ചയായിട്ട് എന്തെങ്കിലും വഴക്കും കുഴപ്പങ്ങളും ഉണ്ടാക്കി എന്റെ മനസ്സമാധാനം കെടുത്തിക്കോളും. ഓ, ഇന്നലെ അമ്പലത്തിൽ വെച്ച ദുർഗാമ്മയെ കണ്ടുമുട്ടിയത് മനസ്സിലിട്ട് പെരുപ്പിച്ചു കാണും. എന്റെ അമ്മയെ ദുർഗാമ്മ അധിക്ഷേപിക്കുന്നതുകൊണ്ടാ ഞാൻ അവരുമായിട്ട് ഉടക്കുന്നത്. എന്നിട്ടിപ്പോ അമ്മയ്ക്ക് അവര് നല്ലവരും ഞാൻ തെറ്റുകാരിയായി. അവരെന്ത് ചെയ്താലും കടപ്പാടും പേടിയും കൊണ്ട് മിണ്ടാതെ എല്ലാം സഹിക്കും. അവസാനം ദേഷ്യം കുറ്റപ്പെടുത്തലും എനിക്ക്. മതി, നിന്റെ ഈ തറുതല പറച്ചിലൊന്നും നിർത്ത്. എന്റെ തല പൊട്ടിത്തെറിക്കുന്നത് പോലെ തോന്നുക. ഓഹോ, അപ്പൊ ഞാൻ മാത്രമാണ് അമ്മയ്ക്ക് പ്രശ്നം. എന്റെ ഓർമ്മ വെച്ച കാലം തൊട്ടേ ഞാൻ കാണുന്നത് എന്റെ അമ്മയെ ദുർഗാമ്മ ചവിട്ടി താഴ്ത്തുന്നതാ. അതിൽ അമ്മയ്ക്ക് ഒരു വിഷമവുമില്ല. ഞാൻ പ്രതികരിച്ചു പോയാ അതാണല്ലോ കുറ്റം. ചേട്ടാ, നിങ്ങളുടെ മോളോടൊന്നും മിണ്ടാതിരിക്കാൻ പറയുന്നുണ്ടോ? ഇവളും കണക്ക എന്റെ നാത്തോന്ന് കണക്ക. രണ്ടാൾക്കും ആരുടെ മുമ്പിൽ താഴാൻ പറ്റില്ല. ചെറുപ്പത്തിലെ ഞാൻ അവരെ കണ്ടല്ലേ വളർന്ന്. അന്ന് ഏത് സമയത്തും ഞാൻ അവരെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. എപ്പോഴാ എന്നെ ശകാരിക്കാനും തല്ലാനും വരുന്നെന്നറിയാം. അതുകൊണ്ടായിരിക്കും ഞാനും അവരെ പോലെ വേറൊരു ദുർഗയായത്. എന്നാലും ഞാൻ ദുർഗാമ്മയെ പോലെ മനുഷ്യപ്പറ്റില്ലാത്തവളല്ല. ആരെയും ചതിക്കുകയും വെറുക്കുകയും ഇല്ല. അവരെ പോലെ പാവങ്ങളോട് ദയയും സ്നേഹവും ഇല്ലാത്തവളല്ല ഞാൻ. എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണുന്നതിൽ ഞാൻ പ്രിയയുടെയും ജയശീലന്റെയും മോള് തന്നെയാ. അതിൽ ആർക്കും ഒരു സംശയവും വേണ്ട. മോളെ എന്താ ഇത്? ഈ കണ്ണീര് എന്റെ മോൾക്ക് ചേരില്ല കേട്ടോ. അച്ഛന്റെ മോള് നല്ല വെടിച്ചില്ല് പോലെ നിൽക്കുന്നതാ അച്ഛനിഷ്ടം. അമ്മയ്ക്ക് പക്ഷെ ഞാൻ കരഞ്ഞു കാണുന്നതാ ഇഷ്ടം. പണ്ടും അതെ, ഒരു കാരണമില്ലാതെ ദുർഗാമ്മ എന്നെ കരയിച്ചാലും ഞാൻ എന്തോ തെറ്റ് ചെയ്തിട്ടാണെന്നും പറഞ്ഞ് അമ്മ എന്നെ വീണ്ടും കരയിപ്പിക്കും. അവൻ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു. അത് എന്റെ മോന്. ACPയുടെ മോന് കഞ്ചാവ് കച്ചവടക്കാരുമായിട്ട് ബന്ധമുണ്ടെന്ന് വരുത്തി തീർക്കാൻ നോക്കുക അവൻ. അമ്മ ഇത് ചളമാക്കുന്ന ലക്ഷണമാണല്ലോ. നിന്റെ അച്ഛനിങ്ങ് വരട്ടെ, ഞാൻ പറയുന്നുണ്ട്. ഇതങ്ങനെ വിട്ടാ പറ്റില്ല. നിന്റെ കൂട്ടുകാര് കുഴപ്പക്കാരല്ലെന്ന് നീയും തെളിയിച്ചു കൊടുക്കണം. എന്റെ അമ്മയെ അതവിടെ കഴിഞ്ഞില്ലേ. അങ്കിള് ചിലപ്പോ എന്റെ നല്ലതിനു വേണ്ടിയിട്ടായിരിക്കും ഇടപെട്ടത്. ഇനി അത് വിട്ടേക്ക്. ഓഹോ, അപ്പൊ അങ്ങനെയായോ? ആ സമയത്ത് ജയൻ ഇടപെട്ടത് നിനക്കും ഇഷ്ടപ്പെട്ടില്ലല്ലോ. അതെ, പക്ഷേ പിന്നെ ആലോചിച്ചപ്പോ ജയനങ്ങള് ചുമ്മാതങ്ങനെ ചെയ്യില്ല എന്നൊരു തോന്നല്. എന്നുവെച്ചാ നിന്റെ ഫ്രണ്ട്സ് അപ്പൊ ഇച്ചിരി കുഴപ്പക്കാര് തന്നെ ആയിരുന്നു അല്ലേ? അയ്യോ അമ്മേ, അവരെന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഒന്നും അല്ല. നേരത്തെ പരിചയമുള്ളത് കൊണ്ട് സംസാരിച്ച് നിന്നേ ഉള്ളൂ. എനിക്ക് അവരെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. അതുകൊണ്ട് അച്ഛനോട് ഇതൊന്നും പറയാൻ നിൽക്കണ്ട. അച്ഛൻ ചോദിച്ചാ അവരുടെ നമ്പർ പോലും എന്റെ കയ്യിൽ കാണില്ല. നീ ഇനി വളരെയധികം ശ്രദ്ധിക്കണം. ജയനെ പോലെയുള്ളവര് നീ ഏതെങ്കിലും കുഴി വീഴാൻ കാത്തിരിക്കുക, ഓടി വന്ന് രക്ഷിക്കാൻ. പിന്നെ ആ അവകാശവും അധികാരവും പറഞ്ഞ് നിന്നെ സ്വന്തമാക്കാലോ. നിന്റെ അച്ഛനും അങ്ങനെ എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ കാത്തിരിക്കുക, നിന്നെ അവരുടെ കൂടെ ചേർക്കാൻ. അതിലൊന്നും ഞാൻ വീടില്ലമ്മേ. എന്നെ പഠിപ്പിച്ചതും വളർത്തിയതൊക്കെ എന്റെ അമ്മയല്ലേ. ആ ക്വാളിറ്റി എനിക്കില്ലാതിരിക്കൂ. മതിയടാ, എനിക്കിത് കേട്ടാ മതി. എന്റെ മോൻ ഒരു ചീത്ത കൂട്ടുകെട്ടും ഇല്ലാത്ത ജെന്റിൽമാൻ ആയിരിക്കണം എന്നും. ചേട്ടാ, സത്യത്തിൽ ദുർഗേച്ചി അങ്ങനെ പെരുമാറിയതിൽ ജയേട്ടന് നല്ല വിഷമമുണ്ടല്ലേ? അത് ഞാൻ കാണാതിരിക്കാനല്ലേ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് വന്നിരിക്കുന്നത്? ഏയ്, ദുർഗേച്ചിയെ നമ്മള് ഇന്നും ഇന്നലെയും കാണുന്നതല്ലോ. അവരിൽ നിന്ന് ഇതൊന്നും പ്രതീക്ഷിക്കാത്തതല്ല. പിന്നെന്താ? എന്തിനു ചേട്ടൻ എന്റെ മുമ്പിൽ ഇങ്ങനെ അഭിനയിക്കുന്നത്? എനിക്കറിയാം, തുളസിമോൾ എന്നോടെല്ലാം പറഞ്ഞു. അച്ഛൻ അമ്മയ്ക്ക് വേണ്ടി അഭിമാനം പണയം വയ്ക്കുകയാണെന്ന്. ഇപ്പൊ ചേട്ടനെ കാണുമ്പോ എനിക്കത് മനസ്സിലാവുന്നുമുണ്ട്. വിഷമം തോന്നിയ അത് എന്നോട് തുറന്നു പറഞ്ഞൂടെ ജയേട്ട?
വിഷമമുണ്ട് പ്രിയ. പക്ഷേ അത് ദുർഗേച്ചി അപമാനിച്ചതല്ല, അവരുടെ മുമ്പിൽ വെച്ച് ഒരിക്കലും നമ്മുടെ ആദിമോൻ നമ്മളെ സ്നേഹിക്കില്ലെന്ന് തിരിച്ചറിഞ്ഞതില്ല. തുടക്കത്തിൽ എന്നോട് നന്നായി പെരുമാറിയ ആദി അവന്റെ അമ്മയെ കണ്ടപ്പോ പെട്ടെന്ന് വേറൊരാളായി. ഞാൻ അവന്റെ കാര്യത്തിൽ ഇടപെട്ടതിനെ പോലും അവൻ തള്ളിപ്പറയാൻ തയ്യാറായി. അപ്പൊ ഞാൻ ഓർത്തത്, നമ്മൾ അവനെ ദുർഗീച്ചിയുടെ കട്ടിലിൽ കൊണ്ടുപോയി കിടത്തിയതാ. സ്വന്തം രക്തം അവഗണിക്കുമ്പോഴുള്ള വേദന ഇന്ന് ഞാൻ അനുഭവിച്ചു. ചേട്ടൻ വേണ്ടായിരുന്നു അല്ലേ? ഒന്നും വേണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടല്ലേ? അതെ, മനസ്സിലിപ്പോ വലിയ കുറ്റബോധവും നഷ്ടബോധവും ഒക്കെയാ. ഇനിയും ഏതൊക്കെ കാര്യത്തിൽ സ്വന്തം മകന്റെ തിരസ്കരണം നമ്മൾ അനുഭവിക്കേണ്ടി വരുമെന്ന് ഓർക്കുമ്പോ പേടി തോന്നുന്നു. എന്റെ അച്ഛൻ നിന്റെ കാര്യത്തിൽ ഇടപെട്ടപ്പോ നീ നിന്റെ അമ്മയെ അത് സമ്മതിച്ചില്ലല്ലോ. എന്റെ അമ്മ സമ്മതിച്ചില്ല. പക്ഷേ നിന്റെ കാര്യത്തിൽ ഞാൻ ഇടപെട്ട നിന്റെ അച്ഛനത് സന്തോഷായിരിക്കും. എന്താ ഇത്രമാത്രം ചിരിക്കാൻ? ഞാൻ കോമഡി ഒന്നും പറഞ്ഞില്ലല്ലോ. എന്തിനാ നീ കോമഡി പറയുന്നത്? നിന്നെ ഓർത്താ തന്നെ എനിക്ക് ചിരി വരും. ഞാനേ അഖിലിന്റെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിലും ഒന്ന് സങ്കല്പിച്ചു നോക്കിയതാ. അവൻ അവന്റെ അമ്മയെ ധിക്കരിച്ച് പ്രേമിച്ച പെണ്ണിനെ ധൈര്യത്തിൽ കല്യാണം കഴിച്ചു. നീയാണെങ്കിലോ അമ്മയെ പേടിച്ച് ഏതെങ്കിലും ഒരു പെണ്ണിനെ പ്രേമിക്കാൻ പോലും പറ്റാതെ നടക്കുന്നു. ഹലോ, ഓവറാക്കി സ്വയം ചളവാക്കല്ലേ. എനിക്ക് പ്രേമിക്കാൻ പറ്റിയ ഒരു പെണ്ണ് ഇതുവരെ എന്റെ കണ്ണിൽ പെട്ടിട്ടില്ല. അതാ കാര്യം. അതിന് നീ പെമ്പിള്ളേരുടെ മുഖത്ത് നോക്കിയിട്ട് വേണ്ടേ? എവിടെ നോക്കിയാലും നീ നിന്റെ അമ്മയുടെ മുഖമല്ലേ കാണൂ. ദുർഗമ്മ, അമ്മയുടെ നിനക്ക് പ്രേമിക്കണമെന്ന് തോന്നുമ്പോഴേ നീ നിന്റെ അമ്മയോട് പറഞ്ഞാ മതി. അവരൊരു പെണ്ണിനെ നിനക്ക് കാണിച്ചു തരും പ്രേമിക്കാനേ. അല്ലാതെ നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിന് ഈ ജീവിതത്തിൽ സ്വന്തമാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാ നീ കണ്ടോ, ആദിക്ക് ഇഷ്ടമുള്ള പെണ്ണിനെ പ്രേമിക്കുകയും ചെയ്യും, അവളെ തന്നെ കല്യാണം കഴിക്കുകയും ചെയ്യും. ബെറ്റുണ്ടോ? ബെറ്റൊന്നും വേണ്ട. നീ അങ്ങനെ ചെയ്താ നിന്റെ ഏറ്റവും വലിയ ആരാധിക ഞാനായിരിക്കും. അല്ല, ഇന്ന് ഫോണിന് എന്ത് പറ്റി? വിളിച്ചിട്ട് കിട്ടുന്നേ ഇല്ലായിരുന്നല്ലോ. ഒന്നും പറയണ്ട, സ്റ്റേഷനിൽ ചാർജ് ചെയ്യാൻ വെച്ചിട്ട് എസ്ഐയുടെ കൂടെ പുറത്തു പോയതാ. തിരിച്ചു വരുമ്പോഴേക്കും ചാർജ് കയറാതെ ഫോൺ ഓഫായി. സ്റ്റേഷനിൽ ഇടയ്ക്ക് കറണ്ട് പോയെന്ന് തോന്നുന്നു. എന്തിനാ വിളിച്ചേ? നമ്മുടെ മോൻ ഇവിടെ വന്നിരുന്നു. ആദ്യോ? എന്തിന്? തുളസി ഒരു കൂട്ടുകാരിയുടെ വീട്ടിൽ പോയപ്പോഴേ ആദ്യം അവിടെ യാദൃശ്ചികമായി എത്തി. തിരിച്ചു വരുമ്പോ ആദ്യം അവന്റെ കാറിൽ തുളസി ഇവിടെ കൊണ്ടുവന്ന് ആക്കുകയായിരുന്നു. ആഹാ, അപ്പോ അവരുടെ പിണക്കവും തമ്മിലടിയും ഒക്കെ തീർന്നോ? ആദ്യമോൻ അപ്പോഴത്തെ ദേഷ്യത്തിന് പലതും പറയൂന്നേ ഉള്ളൂ. തുളസിയെ പോലൊന്നും മനസ്സിൽ വെച്ച് പെരുമാറാൻ അറിയില്ല. ഞാൻ കയറി വരാൻ പറഞ്ഞപ്പോ നമ്മുടെ മോൻ അകത്തേക്ക് വന്നു. ഞാൻ കൊടുത്ത കേക്കും ഉണ്ണിയപ്പവും ജ്യൂസും ഒക്കെ അവൻ കഴിച്ചു. ശരിയായ സ്നേഹം നമ്മുടെ മോൻ ഇതുവരെ കിട്ടിയിട്ടില്ല ജയേട്ട. നമ്മുടെ സ്നേഹം എന്താണെന്നറിഞ്ഞ നമ്മുടെ മോൻ പിന്നെ നമ്മളെ വിട്ടു പോവില്ല. എങ്കി ദുർഗേച്ചി വന്ന് ഈ വീട് ബോംബിട്ട് തകർക്കും. ദേ, എല്ലാം ഒരുമിച്ച് ആഗ്രഹിക്കണ്ട.
നമുക്ക് ആദ്യം സ്നേഹിക്കാനും അവന് നമ്മളെ സ്നേഹിക്കാനും ഉള്ളൊരു സമയം വരും. അതുവരെ നീ ക്ഷമയോടെ കാത്തിരിക്കണം. എനിക്കിപ്പോ തുളസി മോളെ പേടി. ആദ്യ തുളസിയെ സ്നേഹിച്ചാലും അവൾ അവനെ അംഗീകരിക്കുമെന്ന്. രണ്ടാളും ഒരു തരത്തിലല്ലെങ്കിൽ വേറൊരു തരത്തില് നമ്മുടെ മക്കളല്ലേ. ആദിക്ക് നമ്മൾ ജന്മം നൽകി, തുളസി മോളെ നമ്മൾ വളർത്തി. രക്തബന്ധവും സ്നേഹബന്ധവും നമ്മളെ കൈവിടില്ലെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. നീയും അത് വിശ്വസിക്കണം. എന്താടി വണ്ടി കംപ്ലൈന്റ് വല്ലായോ? ഏയ്, എന്റെ വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ല. കംപ്ലൈന്റ് ആയൊരു വണ്ടി പുറകെ കിടപ്പുണ്ട്. അത് നമ്മുടെ ആദ്യല്ലേ? ഹലോ സർ. നിങ്ങളായിരുന്നോ? എന്താണ്? കമ്മീഷണറിന്റെ മോൻ രാത്രി നിയമം തെറ്റിച്ചു വരുന്ന വാഹനങ്ങളെ പിടിക്കാൻ നിൽക്കണോ? കളിയാക്കണ്ട. വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. വർക്ക്ഷോപ്പിൽ നിന്ന് ആള് വരാൻ ലേറ്റ് ആവും. വീട്ടിൽ പോകാൻ വേറെ വണ്ടി കിട്ടുമെന്ന് നോക്കുക. അല്ല, നിങ്ങളവിടെ പോയതാ? എന്റെ ഒരു അങ്കിള് മരിച്ചു. ഫ്യൂണറൽ കഴിഞ്ഞ് വരുവാ. ഓ, നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടുവിടുന്നോ? എങ്ങനെ? എന്നെ നടുവിലിരുത്താനാ? നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഇരുന്നോ, ഞങ്ങക്ക് പ്രശ്നമൊന്നുമില്ല. അല്ലേടി? വിട്ടോ നിനക്കേ നാവിന് എല്ലില്ല. തുളസി വെറുതെ പറഞ്ഞല്ലാതി. നിനക്കൊരു ലിഫ്റ്റ് തരാൻ ഇപ്പൊ അവൾക്ക് പറ്റും. എന്റെ അച്ഛൻ ബൈക്കിൽ പുറകെ വരുന്നുണ്ട്. രാത്രി അവള് തനിച്ച് സ്കൂട്ടറിൽ പോകുന്നോണ്ട് ഞാൻ കൂടെ കയറിയതാ. ആ, അച്ഛന്റെ ബൈക്കാ വരുന്നേന്ന് തോന്നുന്നു. നീ ഇവളുടെ കൂടെ കയറിയാ ഞാൻ അച്ഛന്റെ കൂടെ പോയിക്കോളാം. അതെങ്ങനെയാ? അപ്പൊ ശരി, ഗുഡ് നൈറ്റ്. അല്ല, ഞാനും കൂടി പോയാ മതിയായിരുന്നു. നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ. ഞാൻ മോളിൽ പോയി ഫോൺ എടുത്തിട്ട് വരാം. ജയേട്ടാ, ദേ മോള് വന്നു. എന്താ മോളെ ഇത്? മരണ വീട്ടിലൊന്ന് മുഖം കാണിച്ചു വരുന്നതിന് പകരം എല്ലാം കഴിയുന്നത് വരെ നീ ഇവിടെ കാത്തിരുന്നോ? ഒരു പെൺകുട്ടിയല്ലേ നീ? അങ്ങനെ പറയല്ല അമ്മക്കുട്ടി. ഞാൻ ഹോസ്പിറ്റലായപ്പോ ഒരു ദിവസം മുഴുവൻ അമ്മയ്ക്ക് കൂട്ടിരുന്നത് ശ്വേതയല്ലേ. അപ്പൊ അവക്ക് വേണ്ടി കുറച്ചു സമയം ഞാൻ കാത്തിരുന്നതിൽ എന്താ തെറ്റ്? കുറച്ചു സമയം. ഇപ്പൊ സമയം എന്തായിരുന്നു നിന്റെ വിചാരം? ആ, വേഗം ചെന്ന് കുളിച്ചിട്ട് വാ. എന്നിട്ട് ഞാൻ ആഹാരം തരും, കേട്ടല്ലോ? പാവം അമ്മക്കുട്ടി അല്ലേ അച്ഛാ? അല്ല, സാധാരണ അമ്മ വഴക്ക് പറഞ്ഞാല് നീ തിരിച്ചങ്ങോട്ട് ഉടക്കുന്നതാണല്ലോ. ഇന്നെന്താ ഒരു മയം? ഇന്ന് ഉടക്കെല്ലാം തീർന്ന ദിവസം അച്ഛൻ. ഇന്ന് സന്തോഷത്തിന്റെ ദിവസം ഈ തുളസിമൂക്ക്. മരണ വീട്ടിൽ പോയി വന്നിട്ട് സന്തോഷാണെന്നോ? എന്തു പറ്റി? വല്ല ബാധയും കൂടിയോ? ആ, ഒരു ബാധ കേറിക്കൂടിയോന്നൊരു സംശയം.